രക്ഷാബന്ധന രംഗത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സീൻ സേഫ്റ്റി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരാളെ കണ്ടുടനെ ആംബുലൻസ് വിവരം അറിയിച്ചാൽ എന്താ അറിയോ? ഇയാൾ ഒരു പക്ഷേ തലേ ദിവസത്തെ ക്ഷീണത്തിൽ കിടക്കുകയായിരിക്കും, കുറച്ചുകൂടെ ആംബുലൻസ് സൈറൻ അങ്ങനെ കേൾക്കും. അപ്പൊ ഇയാൾ എന്താ പറയുക ആംബുലൻസ് വരുന്നു ഇയാളത് ചോദിക്കും. പിന്നെ നമ്മളെ ഓടേണ്ടി വരില്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ചെക്ക് റെസ്പോണ്ട്. പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതെങ്ങനെ നോക്കല്? കൊട്ടി നോക്കുക. എവിടെ? ഷോൾഡർ മേലോ അതോ മൂന്നക്ക? ഒരാൾ പറഞ്ഞെന്താ ഇന്നാളെ പിന്നെ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ മൂന്നൊക്കെ തട്ടി നോക്കുക. ആ പണിക്കാർ നിൽക്കണ്ട, തിരിച്ചടിക്കും കട്ടായം. ഇയാൾ ബോധമുള്ള ആളാണ് ഇവിടെ അലവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ഈ കൈയോടെ ഒഴിവായിരിക്കും, ഇതിന് കിട്ടും അല്ലേ? അപ്പൊ ഷോൾഡറിലെ ഷേക്ക് ആൻഡ് ഷൗട്ട്, ചുമലിൽ തട്ടി കുലുക്കി വിളിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഹലോ ചേട്ടാ ചേച്ചി ചേട്ടാ ഹലോ അല്ലേ? പേരറിയാമെങ്കിൽ പേര് വിളിച്ചാൽ വളരെ ഉഷാറായി. അയാൾ ചിരിക്കുന്നുണ്ട്. എന്താ ചേട്ടാന്ന് ചേച്ചി രണ്ടു ഇയാളെ വിളിച്ചിട്ടാ? അല്ല ഇയാളെ എങ്ങനെ വിളിക്കാം? കാരണം ആരത്തേക്ക് ഇപ്പോഴത്തേക്ക് ആളില്ലല്ലോ. നിങ്ങള് ആൾക്കനുസരിച്ച് വിളിച്ചോളൂ കേട്ടോ. ഒരു പറഞ്ഞ മാതിരി കുഞ്ഞാപ്പാണെങ്കിൽ കുഞ്ഞാപ്പോ ഇങ്ങനെ വിളിക്കാം. ഹോസ്പിറ്റലിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം. ഒന്നാം വാർഡിൽ രണ്ടാം വാർഡ് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും കാണാം. കൂടുതൽ ഡെത്ത് നടക്കുന്ന സ്ഥലമാണ് മെഡിസിന്റെ വാർഡിൽ. കാരണം ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്രതികരിക്കണുണ്ടോ? ഇല്ല, ആള് കൊണ്ടുവരില്ല. അപ്പോഴോ അതിന്റെ മുന്നേ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസ്. കാരണം ഒരാൾക്ക് ബോധമില്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് അയാളെ രക്ഷിക്കാൻ കഴിയുന്ന സഹായത്തിന് ആളെ ആശുപത്രിക്ക് കൊണ്ടുപോകേണ്ടി വരും. ഉറപ്പാണ്. കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസ്. ആരും മറന്നു പോകരുത് കേട്ടോ, ആരും മറന്നു പോകരുത്. എല്ലാവരും ഒന്നടിക്കുക. എല്ലാവരും ഓപ്പോസിറ്റ് അങ്ങനെയല്ലോ. നിങ്ങള് നിൽക്കുമ്പോ ഞാൻ ഇരിക്കുക, ഞാൻ ഇരിക്കുമ്പോ നിങ്ങൾ നിൽക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുക. തൊട്ടടുത്ത ആളോട് സംസാരിക്കരുത്. കൃത്യമായിട്ട് ചെയ്യുക. അക്ഷരപ്രതി അനുസരിക്കുന്ന സസൂക്ഷ്മമായിട്ട് കേൾക്കുക. ഞാന് ഒന്ന് എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം കൈയടിക്കുക. രണ്ട് എന്ന് പറയുമ്പോ രണ്ടിടെ കൈയടിക്കാതെ. മൂന്ന് പറയുമ്പോ കൈയടിക്കരുത്. ഒന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം അടിക്കുക. രണ്ട് പറയുമ്പോ രണ്ട് പ്രാവശ്യം അടിക്കുക. മൂന്ന് പറയുമ്പോ അടിക്കരുത്. റെഡി അല്ലേ? 2 3 ചെറുതായിട്ടല്ലേ? 1 2 3 1 3 2 3 1 2 3 1 3 ആ കൈയടിച്ചവരുണ്ടല്ലേ? 1 3 എല്ലാവരും ഇരിക്കും. പിന്നെ നിങ്ങൾ ആ 3 കൈയടിച്ചു ചിരിച്ചൂലേ? 1 2 പറയുമ്പോഴും ഞാൻ 1ഉം 2ഉം പറഞ്ഞിട്ടില്ല. ഞാന് 1ഉം 2ഉം ആണ് പറഞ്ഞിട്ടുള്ളത്. അക്ഷരപ്രതി അനുസരിക്കണം ഞാൻ പറഞ്ഞിരുന്നോ? അക്ഷരപ്രതിന്റെ അങ്ങനെ തന്നെ പറഞ്ഞു. അക്ഷരപ്രതി അനുസരിക്കണമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഞാൻ നിങ്ങളെ കുട്ടികളെ പോലെ മുതിർന്ന ആളുകളെ കളിപ്പിക്കാനോ കബളിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. നമ്മളെ വിഷയമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്തിനാ മൈൻഡ് കൊടുത്തത് അറിയോ? 3 എന്ന് പറയുമ്പോ കൈ അടിക്കരുത്. 1നും 2ഉം അത് തരങ്ങൾ മൈൻഡ് കയറ്റി വെച്ചു. ബാക്കി 2നും ചാമ്പിക്കോളൂ എന്നുള്ളതാണ് നിങ്ങൾ കണക്കാക്കിയത്. ആ പണിയാണ് എടുത്തത്. ഇതുപോലെ നമ്മൾ മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് എന്ത് അപകടം പറ്റിയാൽ ഉടനെ ഇറങ്ങുക എന്നുള്ളത്. ഏത് സീൻ സെറ്റ് നോക്കാതെ ഇറങ്ങാൻ മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചാലും നിങ്ങൾ ചാടി ഇറങ്ങും. നിങ്ങൾ നല്ല ഞാനടക്കം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ നല്ല ജാഗ്രത വേണം. രണ്ടാമത്തെ വിഷയം അതുപോലെ തന്നെ വെള്ളം കൊടുത്തൊരു ശീലം. ഇങ്ങനെയൊക്കെ അറിയെങ്കിലും അറിയാതൊരു വെള്ളം കൊടുക്കുന്ന സ്വഭാവം ഒഴിവാക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി കൂടിച്ചേർക്കേണ്ടിയുണ്ട്. വീണ് പോയ ആളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് നിങ്ങൾ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം. വീണ ഒരാളെയും പിടിച്ചെഴുന്നേൽപ്പിക്കണ്ട. എന്താ അയാൾക്ക് സ്വയം എണീക്കാൻ കഴിയുമെങ്കിൽ
അയാൾക്ക് സ്വയം കഴിയുമെങ്കിൽ അയാൾ എണീക്കും. അപ്പൊ നമ്മൾ സപ്പോർട്ടിന്റെ അല്ലെ നമ്മൾ പിടിച്ച് ഏൽപ്പിക്കണോ? വേണ്ട, അയാൾ എണീക്കും. പിന്നെ അയാൾ സപ്പോർട്ട് ചോദിക്കുകയാണെങ്കിലോ നമ്മൾ കൊടുക്കാം. പക്ഷെ നമ്മൾ അതിന്റെ സപ്പോർട്ട് കൊടുക്കൽ എങ്ങനെയാണല്ലോ, ഓടി വരെ പിടിച്ച് എണീക്കും. പിന്നെ അയാൾ സപ്പോർട്ട് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം? അങ്ങനെ ചെയ്യല് ആണ്. അങ്ങനെ നമ്മളെ സൗകര്യം എപ്പോഴും നോക്കുക. ഇപ്പൊ നിങ്ങളെ ഇഷ്ടത്തിന് എണീച്ചത്, എന്റെ ഇഷ്ടത്തിന് എണീച്ചത് നിങ്ങൾക്ക് എന്താന്ന് കൂടി ഞാൻ നോക്കുന്നത്. ഞാൻ തന്നെ എണീപ്പിച്ചാല് ആളുകൾ എണീച്ചാൽ ഒക്കെ ആയി, ആള് എണീച്ച് 2 പൊട്ട് കൊട്ടി കുഴപ്പമില്ല കേട്ടോ പറയും. ഇവന് കുഴപ്പമില്ല, കുഴപ്പം വെച്ചവനാണ്. യഥാർത്ഥത്തിൽ കുഴപ്പമായിരിക്കാണ്, വരെ തിരക്കാണ്, പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ. ഇനി നിങ്ങൾ എന്താണ് നിങ്ങളല്ല ഞാൻ അപ്പൊ വീട് അങ്ങനത്തെ സാഹചര്യത്തില് ചെന്നിട്ട് എന്താ പറ്റിയ ആശയവിനിമയാണ് എപ്പോഴും വേണ്ടത്. എത്ര ഹൈറ്റ് വീണാലും മെല്ലെ വീണാലും തെന്നി വീണാലും ആശയവിനിമയ. ചെറിയ തെന്നിന് മതി, കാല് പ്രതിയായി വീണ് കഴിഞ്ഞാല് ഒരു മുട്ട് അത് മതി. അങ്ങനത്തെ അളവിനെ എണീപ്പിക്കുന്നത് കൂടുതൽ അപകടത്തിലേക്ക് പോകും. അപ്പൊ എന്താ ആശയവിനിമയം നടന്ന എന്താ പറ്റിയത്? അപ്പൊ ഇയാൾക്ക് ഈ സ്വയം എണീക്കാൻ കഴിയുന്ന കാലത്ത് ബുദ്ധിമുട്ടില്ല, ഒരു സപ്പോർട്ട് ആവശ്യം, അങ്ങനെ ആവശ്യപ്പെടും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കിയോളൂ, നിങ്ങളെ കുട്ടികളെ വാരി എടുത്ത് പൊടിയുന്ന ആളുകളെ പൊടഞ്ഞൊക്കെ തീരും, നിങ്ങളല്ലേ. ഓക്കെ, അങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കുക. നിങ്ങൾ പിടിച്ചോളൂ, എണീറ്റോളൂ. നിങ്ങൾക്ക് എണീക്കാൻ കഴിയുമെങ്കിൽ എന്നോട് ഒരിക്കലും നിങ്ങൾ എണീറ്റോളൂ, ഞാൻ സപ്പോർട്ട് തന്നു. പരസ്യത്തിന് എണീറ്റ് ഉപരഷ്ടത്തിനാണ്. നേരത്തെ അയാൾ തന്നെയാണ് ഇരുന്നോളൂ, ഞാൻ എന്റെയാണ് ഇവിടെ ഉള്ളത്, അയാളും തന്നെയാണ്. പക്ഷെ രണ്ടും ഒരുപാട് മാറ്റല്ലേ. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഒരാളെ വലിയ പിടിവലി നിങ്ങൾ തന്നെ സ്തംഭിച്ചില്ലേ, അത് വയ്യാത്ത ഒരാളൊക്കെയാണെങ്കിൽ അവസ്ഥ എന്താ? അതെന്നെ മാറ്റം. അപ്പൊ അതിന് ആള് മരിച്ചൂല. ജനങ്ങൾക്ക് ഒരു ധാരണ, ഒരു സെക്കൻഡ് എടുത്ത് കഴിച്ചാൽ എന്താണ്, ഈ കൈക്ക് ഇവിടെ വെച്ചു ആണ് പൊടി തീരാണ്. വെപ്രാളാണ് ബന്ധപ്പെട്ടാൽ അബദ്ധം എന്നുള്ളത്. സമയം പറഞ്ഞു അങ്ങനെ അവരോട് നമ്മൾ കച്ചറ ഉണ്ടാക്കാം, എന്താ എടുക്കാതെ ഞമ്മക്ക് അറിയാം ഓരോ രോഗിയുടെ സ്ഥിതി എന്താന്നുള്ള ഡോക്ടർമാർ പറഞ്ഞു. അവരുടെ സമയത്തിനനുസരിച്ച് രാവിലെ 6 മണിക്ക് മുന്നേ രാത്രി 10 മണിക്ക് ഓപ്പറേഷൻ വരും. ഇതൊന്നും സംഭവിക്കാതെ നമുക്കറിയാം. അതിനുശേഷം വരുന്ന കേസ് നോക്കിയിട്ടാണ് അവരെടുക്കുന്നത്. അതെ അതെ, ആളെ സാഹചര്യം അവിടെ തരംതിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് പെട്ടെന്ന് ഇതൊന്നും സംഭവിക്കാം, ഇയാൾക്ക് കാര്യമൊന്നും സംഭവിക്കില്ല. അവിടെ ഒരു മരണമായിരിക്കും സംഭവിക്കുക, സർജറി അത് ചെയ്യാഞ്ഞാല്. അപ്പൊ ആശുപത്രിയിൽ എപ്പോഴും ക്യൂ തന്നെ കണക്കാക്കാൻ പറ്റില്ല. ആ രീതിക്ക് നമ്മുടെ ചിന്തയെ വളർത്തിയെടുക്കുക. ഡോക്ടർമാർക്കല്ല അവിടെ പ്രശ്നം ആർക്കാണ്? നമുക്കാണ് പ്രശ്നം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകാനാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. അതെ, അത് സ്വാർത്ഥന്മാരായി തീരാണ്. പിന്നെ തോന്നലാണ്. അവിടെ എന്താണ്, അവിടെ ഡോക്ടർമാരെ ബാക്കിയുള്ളവരവിടെ വരികയെന്നുള്ള ചിന്താഗതി അങ്ങനെയൊന്നുമില്ല. അപ്പാട്ടെ പിന്നെ അപ്പൊ എന്താണ്, അപ്പൊ എണീക്കാൻ കഴിയുമെങ്കിൽ അയാൾ എണീക്കുള്ളൂ. അയാൾ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക. പിന്നെ എണീക്കാൻ കഴിയാത്ത ഒരാളെ നമ്മള് എണീപ്പിക്കാൻ പാടില്ല, എടുക്കുക വേണ്ടി. അത് എടുക്കേണ്ട രൂപത്തിൽ എടുക്കുക വേണ്ടത്. അത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ അത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് ഞാൻ അതൊന്ന് റിലാക്സ് ആയിക്കോട്ടെ കരുതി ഒന്ന് തെറ്റിപ്പോയി. നമ്മൾ എണീക്കുമ്പോ ഇതിങ്ങനെ മടക്കി വെച്ചിങ്ങനെ ഇരിക്കല്ലോ, ഒരേ ഇരുത്തല്ലേ, രാവിലെ ഒന്നും ചെയ്തതല്ലേ. ഓക്കെ, പിന്നെ ആകെ പ്രതീക്ഷ അല്ലേ. എത്ര മണിക്ക് നമുക്ക്? 1 മണിക്ക് ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതെ അതെ അല്ലേ, ഞാൻ അതല്ലേ സൂചിപ്പിച്ചു. ഇവിടെ ആയിക്കോളൂ, പക്ഷെ 1 മണിക്ക് അല്ലേ. ഓക്കെ, എനിക്കെന്താ അറിയോ, എനിക്ക് ഫുഡ് ഉണ്ട് ഇങ്ങനെ കേട്ടാലേ എനിക്ക് നല്ല എനർജി ചെയ്യാം. അതാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. അണ്ണ പറഞ്ഞേ സാപ്പാട് മുഖ്യം പറഞ്ഞില്ലേ. ഓക്കെ ആട്ടെ. അപ്പൊ 3ാമത്തെ സ്റ്റെപ്പ് കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസ് മറന്നു പോകരുത്. അതിന്റെ ഗുണം എന്താ അറിയോ, ഈ നമുക്ക് ഒരുപാട് പണിയിലേക്ക് ചിലപ്പോൾ കണക്കേണ്ടി വരും. അപ്പൊ ആ കോളോടെ ചെയ്തിട്ട് അതിന്റെ ഗുണം എന്താ? സപ്പോർട്ട് വന്നാല് ഉഷാറായി. ആംബുലൻസ് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം ഫുള്ള് ലാഭാണ് അല്ലേ. ആ സമയം ഫുള്ള് ലാഭം, നമുക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, നിരീക്ഷിച്ച് 10ന് ശേഷം. പിന്നെ ആംബുലൻസ് വിളിക്കുമ്പോ സമയം വൈകുക, ഓടൊക്കെ തളകാലം കൊണ്ടുപോകേണ്ടി വരും അല്ലേ. പക്ഷെ അതിന് നമുക്കൊരു ബോധം വേണം. അപ്പൊ കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസ്. മൂക്കിനുള്ളിൽ വരഞ്ഞിട്ട് നോക്ക്. ശരി, മൂക്കിന്റെ അവിടെ ശരി. ഇപ്പൊ ഈ ആൾക്കൊക്കെ ശ്വാസം ഉണ്ട്, ഇയാൾക്ക് ശ്വാസം ഉണ്ട്. എന്താ കാരണം? ഈ സാധനം ഇവിടെ ഉണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഈ സാധനം ഇവിടെ ഇല്ലെങ്കിലും ഇയാൾക്ക് ശ്വാസം ഉണ്ടാവും. കാരണം എന്താ? ക്യാച്ച് ഉണ്ടാവും അല്ലേ. അപ്പൊ അതല്ല പരിഹാരം. പിന്നെന്താണ്? ചെസ്റ്റ് റൈസിങ് നോക്കുക. ഇന്നത്തെ ഡിഗ്രി മക്കള് ഓർഗനുണ്ടില്ല, നിങ്ങളെ തന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവുക? വയറിങ്ങനെ
പൊക്കി താഴെ ഇങ്ങനെ നിൽക്കും. അത് നമ്മൾക്കൊന്നും ഉണ്ടാവും. പക്ഷെ എല്ലാവരും നല്ല മുതിർന്ന് സിസ്റ്റാക്ക് ആയപ്പോഴേ വയറിന് കാണൂല. പിന്നെ എവിടെ കാണാം? നെഞ്ചിൽ കാണാം അല്ലേ? അപ്പൊ നെഞ്ചിൽ കാണാം. അപ്പൊ ചെസ്റ്ററൈസിങ് നോക്കുക എന്നുള്ളതാ. ചെക്ക് പൾസ് ആൻഡ് ബ്രീത്ത് എന്നാ പറയല്. പൾസ് വരെ നോക്കല്. ഇവിടെ സാധാരണ ഡോക്ടർമാരൊക്കെ നോക്കല് നോർമൽ കേസാണ്. പക്ഷെ ഇങ്ങനെ പൾസ് കുറഞ്ഞ ആൾക്കോ വീണുപോയ ആൾക്കോ അവിടെ പൾസ് കിട്ടൂല. അപ്പൊ കരോട്ടിയുടെ പൾസ് ആണ് നോക്കേണ്ടത് ഇല്ലേ? അതെങ്ങനെ? ഈ രണ്ട് പേർക്ക് എടുത്തിട്ട് ഇവിടെ വെച്ച് നോക്കൂ. നന്നായിട്ട് പ്രസ് ചെയ്ത് അങ്ങനെ പ്രസ് ചെയ്താല് ഇല്ല എല്ലാവരും പറയണം. വേറെ പണി ചെയ്യേണ്ടി വരും ഇല്ലേ? പിന്നെ അവിടെ നോക്കണ ഇങ്ങനെ നോക്കരുത് കിട്ടോ. രണ്ട് സെക്കൻഡ് ഇല്ല 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 ഇങ്ങനെ പോണാണ്. കാരണം എന്താ? ഈ രണ്ട് രക്തങ്ങളുടെ തലച്ചോർക്ക് രക്തം പോണം. അത് രണ്ടുങ്ങൾ നെക്കി പിടിച്ചാൽ പിന്നെ ഇവിടേക്ക് മുതലെത്താഞ്ഞാല് അവിടെ വീണുപോകും. ഓക്കെ ഓക്കെ ഓക്കെ. ബാഗ് ഇവിടെ ഉണ്ടാവും. ദൂരെ പോരാനുള്ള ധൈര്യം. ഓക്കെ. പിന്നെ അപ്പൊ ചെക്കും. പക്ഷെ സാധാരണക്കാരായ ആളുകൾ പൾസ് നോക്കിയ കൺഫ്യൂഷൻ ആവുന്നുള്ളതാ. നമ്മളെ ടെമ്പിൾ തന്നെ പൾസ് അത് ഫീൽ ചെയ്യുക. അപ്പൊ ബ്രീത്ത് നോക്കിയാൽ മതി എന്നാ പറഞ്ഞത്. ബ്രീത്ത് അതെങ്ങനെ? നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുക. നമ്മളെ കവിള് ഇവരെ കവിളിന്റെ ഈ താടിന്റെ ഭാഗത്തിന് ഒന്ന് ചെരിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. എത്ര നേരം നോക്കണം? 5 മിനിറ്റോ? നല്ല കോല ഉണ്ടാവില്ലേ? വേഗം ചവിട്ടാണ്ട് വരും. കോടാവിട്ട് വരില്ലേ നമ്മളോട്? 5 സെക്കൻഡ് ഏതായാലും നോക്കുക. പൾസ് കണ്ടാലും അല്ല ബ്രീത്ത് കണ്ടാലും എന്തിനാറിയോ? കണ്ട് തോന്നലാണോന്നല്ല ഉറപ്പാക്കാൻ വേണ്ടി 5 തൊട്ട് 10 സെക്കൻഡ് വരെ നോക്കുക. 5 സെക്കൻഡ് എന്തിനാണ്? ഇത് ബ്രീത്ത് തന്നെയാണ് ഉറപ്പാക്കാം. ബ്രീത്ത് അതിന് വേഗാറില്ലല്ലോ. അപ്പൊ എന്താണ് ഉറപ്പാക്കാൻ വേണ്ടി 10 സെക്കൻഡ് നോക്കിട്ട് ബ്രീത്ത് കാണില്ലെങ്കിൽ പിന്നെ എന്താ നീ വിശ്വാസം ഇങ്ങനെ നിന്നാലോ നടക്കൂല. 10 സെക്കൻഡ് നോക്കിയിട്ടില്ലെങ്കിൽ ഇല്ല. ഓക്കെ. ഇപ്പൊ കാര്യം അപകടത്തില. ജാതിയുടെ ഏത് സമൂഹത്തിന്റെ ആവട്ടെ മറ്റുള്ള ആളുകളെ മാനിക്കുക എന്നുള്ളത് നമുക്ക് ആ രീതിയിലേക്ക് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു DDRFന്റെ വാക്കിൽ എന്ന രീതിയിലേക്കും നമ്മൾ ഉയരാം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. വിഷയത്തിലേക്ക് കടക്കുക. അപ്പോ എവിടേക്ക്? അപ്പൊ ശ്വാസം ഇല്ല അല്ലെ? ഇപ്പൊ കാര്യം അപകടത്തിലാണ്. കാരണം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയം. എന്താണ് ആലോചിച്ച് കിട്ടാത്തത്? തലച്ചോറിലേക്ക് അതെ അതെ അതെ. ബ്രെയിന്. പിന്നെ ശ്വാസകോശം. ഓരോ അവയവങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഹാർട്ട്, ബ്രെയിന്, ശ്വാസകോശം. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർ 3 പേരും കുടുംബക്കാരാണ്, ബന്ധുക്കാരാണ്. ഇതിൽ ഒരാള് പണി മുടക്കിയാല് മറ്റുള്ളവര് പണി മുടക്കും. അപ്പൊ ഇയാള് പണി മുടക്കും. അന്ന് പിന്നെ നാട്ടുകാർ കുടുംബക്കാരൊക്കെ പണി മുടക്കേണ്ടി വരും. സംഗതി മനസ്സിലായല്ലോ? ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം അവിടെയുള്ളത്. ഇയാൾക്ക് ശ്വാസകോശം നിന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ പൾസ് നോക്കണ്ട, ബ്രീത്ത് നോക്കിയാലേ മതി. ബ്രീത്ത് ഇല്ലെങ്കിൽ സ്പോട്ടിൽ അയാളെ പൾസ് പോകും. പ്രശ്നം എന്താ അറിയോ? അത് പോയി കഴിഞ്ഞാല് തലച്ചോറിലേക്ക് ആവശ്യമായ രക്തം 5 മിനിറ്റ് വരെ കിട്ടിയില്ലെങ്കിൽ ഉള്ള രക്തം കൊണ്ട് തലച്ചോറ് പ്രവർത്തിക്കും 3 തൊട്ട് 5 മിനിറ്റ് വരെ. 5 മിനിറ്റിന് ശേഷം തലച്ചോറ് ഓരോ മിനിറ്റിലും 10% ഡാമേജ് ആയി ആ മണിക്കൂറോടുകൂടി മരണം പൂർണ്ണമാകും. അപ്പോ ഇങ്ങനത്തെ ഒരാൾ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സമയം കിട്ടുമോ? ഇല്ല. എത്ര അടുത്ത സ്ഥലത്താണെങ്കിലും നമ്മൾ സ്വാഭാവിക വെപ്രാളം കഴിഞ്ഞ് ആംബുലൻസ് കിട്ടി അയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്ക് പോയി ഉണ്ടാവും. അത് മാത്രമല്ല, ആശുപത്രിയിൽ എത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആശുപത്രിയിൽ എത്തിയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ഇവിടെ ചെയ്യാണ്. ആശുപത്രിയിൽ ഇവർക്ക് എന്താ ചെയ്യുക? അത് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? അതാണ്. അപ്പൊ ആ 5 മിനിറ്റിന്റെ മുന്നേ നമ്മളത് തലച്ചോറ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ആകാൻ പാടാം. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമ്മൾ തലച്ചോറിലേക്ക് ആവശ്യമായ രക്തം എത്തിക്കണം അല്ലെ? തലച്ചോറിൽ രക്തം എത്തിക്കണ ആരാണ്? ഹൃദയം അല്ലെ? ഹൃദയം ചുരുങ്ങുമ്പോ പമ്പ് ചെയ്യാണ്, പൂർവ്വസ്ഥിതിയിലാവുമ്പോ റീസ്റ്റോർ ചെയ്യാണ് രക്തം. അത് ഇവിടെ നിന്നത് അതിന് നമ്മൾ പുറമേക്ക് ചെയ്തു കൊടുക്കും. എന്താ മാർഗം?
ഹൃദയത്തിൽ അമർത്തുകയാണ്. അതിന് ഹൃദയം എവിടെയെന്ന് അറിയണം. ഹൃദയം എവിടെയാണ് ഉള്ളത്? ചെസ്റ്റിൽ. വലത്ത് സൈഡിലാണ് അഭിപ്രായം പോലെ ഒന്ന് കൈപോക്കൂ. ഇടത് സൈഡിലാണ് അഭിപ്രായം പോലെ ഒന്ന് കൈപോക്കൂ. സെന്ററിലാണ് അഭിപ്രായം പോലെ ഒന്ന് കൈപോക്കൂ. പടച്ചോനെ, ഇതിൽ മഹാഭൂരിപക്ഷം ഹൃദയം ഇല്ലാത്തവരാണല്ലോ. തീരെ കൈയൊന്നിച്ചാത്തവരാണ് ഹൃദയം ഇല്ലാത്തവര്. തലച്ചോറില്ലാത്ത കുറെ മനുഷ്യന്മാരെ നമ്മളൊക്കെ കാണുന്നില്ലേ? പക്ഷെ ഹൃദയം ഇല്ലാത്തവരൊക്കെ ഫസ്റ്റ് കാണുന്നത് എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു. എന്റെ പെണ്ണുങ്ങൾ ഈറ കുടിച്ചപ്പോ പറയുന്നത് ഹൃദയം ഇല്ലാത്ത മനുഷ്യരാണ്. ഹൃദയം ഇല്ലാത്തവരങ്ങളൊക്കെ ഹൃദയം എവിടെ ചോദിച്ചാൽ ഇടത്തിന് കൈവന്നിച്ചെടുക്കുന്ന പറഞ്ഞാണ്. വലഞ്ഞു പൊക്കിയാലോ? സെന്ററിന് അതിനൊക്കെ സെന്ററിന് പൊക്കിയാലില്ലല്ലോ. ഉണ്ടോ? സെന്ററിന് പൊക്കിയാലേ ഇയാള് ഒരാളുണ്ട്. വേറെ ആരെയുണ്ടോ? നിങ്ങളോ? നിങ്ങൾ സെന്ററിൽ എന്ന് പറയാൻ കാരണം കേട്ടിട്ട് എവിടെ ക്ലാസ്സിൽ കേട്ട്? ക്ലാസ്സിൽ പോയിട്ടില്ല. വളരെ പോസിറ്റീവ്. നിങ്ങളോ? നിങ്ങളെ യുക്തി നിങ്ങൾ കണ്ടെത്തിയില്ലേ? ഹൃദയം എവിടെയെന്ന് ചോദിച്ചാൽ സെന്ററിലാണ്. സെന്ററിൽ എവിടെയെന്ന് ചോദിച്ചാൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഇടത്തോട്ട് തിരിഞ്ഞ് പറയണ്ട. ഇതിപ്പോ പറയുമ്പോഴേ ചെരിഞ്ഞ് പറയുമ്പോ സെന്ററിലാണ്. സെന്ററിൽ എവിടെ ചോദിക്കുമ്പോൾ അല്പം ഇടത്തോട്ട്. അപ്പൊ ഇടത്തോട്ട് ചെരിഞ്ഞ് മരണം എടുത്തായിട്ട് വലുതാവുമ്പോ വലത്തോട്ട് മാറുമോ? അല്ലേ? അത് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമ്മളിപ്പോ വിശദീകരിച്ചാൽ അത് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പൊ ഹൃദയം കിടക്കുന്ന എവിടെയാണ്? 33 എല്ലുകൾ ചേർന്ന ഒരു നട്ടല്. അല്ലെ? അങ്ങനെയാണ് 33 നട്ടല്. ഒരു കുസൃതിയോ ചോദിക്കും ചില ആളുകൾ, നട്ടല് എത്ര എല്ലാഴ്ച അല്ലേ? അപ്പൊ ആ 33 ചേർന്ന ഒരു നട്ടലിൽ നിന്നും ഓരോ ഡസൻ വാരിയലുകൾ ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ നിന്ന് ചേരുന്നുണ്ട്. ചേർന്നിട്ട് ഒരു ഉറച്ചല്ലുണ്ട്. ഏതാ? സ്റ്റേണം, മാറല്. ആ മാറല് ഉറച്ചല്ല്, അതിന്റെ താഴെയാണ് ആരുള്ളത്? ഹൃദയം ഉള്ളത്. അപ്പൊ ഇനി അവിടെ അമർത്തണം ഒന്നുകൂടി. അല്ലേ? അവിടെ അമർത്തി കൊടുക്കുകയാണ് വേണ്ടത്. അത് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞ കൈ വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാല് നിപ്പിൾ ടു നിപ്പിള് ഒരു ലൈന് കാണുക. മൂക്കിന് പൊക്കിളിലേക്ക് ഒരു ലൈന് കാണുക. അല്ലെ? ഒരാൾ ഇവിടെ വീട് കിടക്കുന്നുണ്ട്. ഒരു സ്കെയില് മനസ്സിൽ കൊണ്ടുവരി ഒന്ന് വരച്ചു നോക്കട്ടെ. എങ്ങനെ വേണം? അതിന്റെ ആവശ്യമില്ല. അല്ലെ? അപ്പൊ അതിനൊക്കെ വളർത്ത് കഥ കഴിയും. അത് നമ്മൾ ഇമേജിന് ഭാവനയില് ആ സ്ഥലം കാണുക. അവിടെ നമുക്ക് ഏറ്റവും ബലമുള്ളത് എനിക്ക് വലത്തെ കൈ ഏറ്റവും ബലമുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വലത്തെ കൈക്ക് നല്ല ബലം ഉണ്ടാവും. അല്ലെ? നമ്മളെ സമയമാകുമ്പോ ആട്ടെ അതിനാണുള്ള പ്രതീക്ഷ. അപ്പോ പക്ഷെ ഇടത് കൈ ബലമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോ ഈ അതിന്റെ ഉറച്ച ഭാഗം ഇടത് കൈയിലുള്ള ആ കൈ വെക്കുക. അത് ഈ പൊസിഷനിൽ ഇങ്ങനെ വെക്കുക. മറു കൈ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കേറി ഇങ്ങോട്ട് നിൽക്കുക. കേറിക്കാതെ ബോഡി വെയിറ്റ് കൊടുക്കുക. ഈ ഷോൾഡർ മൂക്കിന്റെ വായിന്റെ കൈ നേരികയിൽ അരിക്കട് വരും. അങ്ങനെ അതൊന്നും നോക്കണ്ടല്ലോ, അത് വന്നോളും. അത് വെയിറ്റ് വരാൻ വേണ്ടിയാ. ഇങ്ങനെ ഈ സ്ഥലമൊക്കെ ഫ്രീ ആണ്. ഇവിടെ കൊണ്ടാണ് അമർത്തുന്നത്. അപ്പോഴേ ആവുള്ളൂ. എത്രയാണ് ഡെപ്ത്? ആഴം താഴേണ്ടത് എത്രയാണ്? 2 ഇഞ്ചോളം 6 സെന്റിമീറ്റർ അധികമാണ് മുതിർന്ന ഒരാളിന് അമർത്തേണ്ടത്. മുതിർന്ന ഒരാള് എന്ന് പറഞ്ഞാല് 8 വയസ്സിന് മുകളിൽ എന്ന് പറയും. അല്ലെ? അപ്പൊ മുതിർന്ന ആളില് 6 സെന്റിമീറ്റർ താഴുന്ന, അതിൽ കൂടുതൽ താഴുന്ന രീതിയിൽ. അതിന്റെ വേഗത എത്ര? 1 മിനിറ്റില് 100 തൊട്ട് 120 വരെ ഉള്ള കേട്ടോ. കറക്റ്റ് കണക്കാൻ കഴിയില്ല. 100 തൊട്ട് 120 വരെ 1 മിനിറ്റ്. പിന്നെ 1 മിനിറ്റിലായിരിക്കണം. അപ്പൊ 1 സെക്കൻഡിൽ എത്ര ഉണ്ടാവുക? ഏകദേശം 2 ഉണ്ടാവും. 1 സെക്കൻഡ് പറഞ്ഞാൽ അല്ലേ? 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? അപ്പൊ ഏകദേശം 2 വരും. ആ രീതിയിൽ വേഗത്തിൽ പ്രസ് ചെയ്യണം. ഇങ്ങനെ ഉറക്കെണ്ണം ചെയ്യാം. പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ ആള് സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ? ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. എത്രയായി? 30 ആയാല് 2 ബ്രീത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് ബ്രീത്ത് കൂടുതൽ തീർത്ത് പറഞ്ഞിരുന്നു. പുതിയ അപ്ഡേഷനിൽ കണ്ടത് ബ്രീത്ത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷവും മാത്രമല്ല അപ്ഡേഷൻ വേറെ വന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഏതായാലും ബ്രീത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് ആരാ എന്തായാലും നമുക്ക് അറിയില്ലല്ലോ സാധ്യത. ബ്രീത്ത് കൊടുക്കുകയാണെങ്കിൽ 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന് ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ്. മുതിർന്ന ആളുകളിൽ എന്താണ് അതിന് കാരണമുണ്ട്. ഈ നാവ് പറഞ്ഞ സാധനം വല്ലാത്തൊരു മുതലാണ്. ബോധമുണ്ടെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്താ മറ്റവരെ പച്ചർച്ച ഇങ്ങനെ തിന്നുകൊണ്ട് വെക്കും. അതുകൊണ്ട് നാട്ടിലേക്ക് ബുദ്ധിമുട്ടാണ്. ആ ചെങ്ങായിക്കും ബുദ്ധിമുട്ട് തന്നെ. കാരണം എന്താ അറിയോ? വല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും മൂന്നക്കിടെ കൊട്ടും അല്ലെ? രണ്ടാക്കും ബുദ്ധിമുട്ടാണ്. എന്നതുപോലെ തന്നെ ബോധം പോയാലും ബുദ്ധിമുട്ടാണ്. കാരണം എയർവേ ബ്ലോക്ക് നാവ് ഇറങ്ങിപ്പോ മുതിർന്ന ആളുകൾക്ക്. അപ്പൊ അതൊന്ന് എയർവേ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് 2-3 പേര് താടിന്റെ അവിടെ വെച്ചിട്ട്
ഇവിടെ നെറ്റിന്റെ ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കുക, മൂക്ക് പൊത്തിപ്പിടിക്കുക. അവിടെ പോക്കറ്റ് മാസ്ക് തൂവാലെ നമ്മൾ പരിചയമില്ലാത്ത ആളെ കൂടി പ്രത്യേകിച്ചാണെങ്കിൽ പോക്കറ്റ് മാസ്ക് തൂവാലെ എന്തെങ്കിലും ഒന്ന് വെക്കുക നമ്മളെ സുരക്ഷിതത്വത്തിന്. എന്നിട്ട് 2 ബ്രീത്ത് അങ്ങനെ കൊടുക്കുക. അത് മൗത്ത് ടു മൗത്ത് സീൽ ചെയ്താണ്ടാ കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. വായു സീൽ ചെയ്താണ്ട് കൊടുക്കുക വേണ്ടത്. അത് ഇങ്ങനെ വന്നിച്ചു അങ്ങനെയല്ല. 1 സെക്കൻഡ് നീണ്ടുക്കുന്ന ഒരു ബ്രീത്ത്, വീണ്ടും 1 സെക്കൻഡ് നീണ്ടുക്കുന്ന ഒരു ബ്രീത്ത്. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താ അറിയോ, പുതിയ അപ്ഡേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രീത്തിന് മാസ്ക് തൂവാൻ തെരഞ്ഞു പോയാണ്ട് കംപ്രഷൻ മുടങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് സമയം വൈകും തോന്നിയ ഒന്നും ചിന്തിക്കണ്ട. എന്താ ചെയ്യേണ്ടത്? കംപ്രഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഇനി പറഞ്ഞിട്ട് ആരും ചോദിക്കുകയാണെങ്കിൽ, ആരും ക്ലാസ്സിൽ ബ്രീത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തണ്ട. അത് ആ പഴയത് ഇങ്ങനെ പറഞ്ഞു പോന്നു. ഇനി ബ്രീത്ത് പറഞ്ഞില്ലെങ്കിൽ കുറ്റപ്പെടുത്തും വേണ്ട, അയാൾ ബ്രീത്ത് ഒഴിവാക്കിയെന്നും പറയണ്ട. അതായത് ഇത് മുടങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ബ്രീത്തിലേക്ക് പോകണ്ട. ആരും ബ്രീത്തിക്ക് പോകണമെങ്കിൽ ഒരു അടി ഉണ്ടാക്കും വേണ്ടങ്ങള്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് എത്ര വരെ ചെയ്യണം? ആംബുലൻസ് വരുന്നവരെ, ആംബുലൻസ് വന്നാൽ ഇയാൾ ഓടി വീച്ചിട്ട് ആംബുലൻസ് കൊണ്ട് കയറൂലേ? ആംബുലൻസ് അല്ല, ആംബുലൻസ് വന്നാൽ പിന്നെ ഇയാൾ ഓടിക്കയറും. അതെ, നമ്പർ കാർഡിൽ മെച്ചപ്പെട്ട ആള് ഏറ്റെടുക്കുന്നത് വരെ 2 ഉറപ്പാണെന്നുള്ളത്. ഒന്നുകിൽ നമ്മുടെ മെച്ചപ്പെട്ട ആൾ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ 2 ഉറപ്പാണോ. ഒന്നുകിൽ ഇയാള് മരിച്ചതും ഉറപ്പാണ്. അത് ആശുപത്രി എത്തിയിട്ട് അവര് ECG എടുത്തിട്ട് ഉറപ്പാക്കും. ഡോക്ടർമാർ തന്നെ ഇനി നിരീക്ഷണം നടത്തി, മരിച്ച് നിരീക്ഷണം നടത്തിയാലും ECG എടുത്തിട്ടാണ് അവർ തീർപ്പ് പറയുള്ളൂ. അപ്പൊ അത് ഡോക്ടർമാരൊക്കെ എത്തിയാൽ അവരെ നിർദ്ദേശം നമ്മൾ കേൾക്കുക. അവര് ഇയാൾ ക്ഷീണിച്ചിട്ടാവുന്ന അവര് കംപ്രഷൻ അവർ ഏറ്റെടുക്കും. ബാക്കി അവര് ഡെത്ത് ആയിട്ടോ ഇല്ല എന്നുള്ളത് അവര് ഉറപ്പാക്കും. അപ്പൊ അതുവരെ. അല്ലെങ്കിൽ എന്താണ്, ബ്രീത്ത് വരുന്നത് വരെ. അതെങ്ങനെ? പിന്നെ ബ്രീത്ത് ചില ആളുകൾ ഇങ്ങനെ 1 2 3 ബ്രീത്ത് വന്നിട്ടുണ്ടാവുമോ? ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഇനി എന്താണ്, ഇത് ഇവിടെ മുടങ്ങുകയാണ്. ചില ആൾക്ക് ആകാംക്ഷയാണ്, ഇത് ഒന്നുണ്ടാവുണ്ടാവും. അപ്പൊ ആകാംക്ഷക്ക് നിൽക്കണ്ട. ഒന്നുകിൽ 2 മിനിറ്റ് അല്ലെ 5 സൈക്കിൾ പൂർത്തിയായിട്ട് നിങ്ങൾ ബ്രീത്ത് ഉണ്ടോന്ന് നോക്കാൻ നിന്നാ മതി. അല്ല, ഇനി ഒരാൾ എന്താ പറയുക, കംപ്രഷൻ ഒരു 20 ആയി, ഒരു 20 കണായപ്പോ ഇയാൾ കണ്ണൊക്കെ തുറന്നാണ്ട് ഒരു ബ്രീത്ത് ഒക്കെ എടുത്ത്. അപ്പൊ ചിലക്കാതോടെ കണക്ക് ഇത് 20 ആയിട്ടുള്ളൂ, 5 സൈക്കിൾ ആയിട്ട് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലേ? നമുക്ക് സന്തോഷിക്കാം. കാരണം എന്താ, ഇയാളെ ബ്രീത്ത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ, ഇയാൾ വീണ്ടും പോകാനുള്ള സാധനം അവിടെ അയാളെ ശ്രദ്ധിച്ചാൽ അങ്ങനെ കൊണ്ടിട്ട് പോകണം. നമ്മളെ ബോസ് ഇവിടെ പോയി, ബോസിന്റെ ആവേശം കേട്ടോ. പിന്നെ എല്ലാവരും ആശുപത്രിയിൽ നമ്മുടെ മെച്ചപ്പെട്ട ആള്, ഇങ്ങനത്തെ ആളെ കൊണ്ടുപോകേണ്ടത് പ്രത്യേകിച്ചും എവിടെയാണ്? ബോസിന് നമുക്കിവിടെ ആവശ്യം. ബോസിന് ചോദിക്കാനുള്ള കാരണം അല്ല. എന്താ അറിയാമോ, ഇങ്ങനത്തെ ആളെ കൊണ്ടുപോകേണ്ടത് ആംബുലൻസിൽ മാത്രമാണ്. ആംബുലൻസ് കിട്ടും, ഇന്ന് ആംബുലൻസ് കിട്ടും. പക്ഷെ കിട്ടാത്ത സാഹചര്യം നമ്മളിവിടെ പണി നടക്കുന്നുണ്ടല്ലോ. നായൂർക്കന് കാറ് കിട്ടണില്ല, കൊണ്ടുപോയി നായൂർക്കനെ കിടത്തി കൊണ്ടുപോയി. പിന്നെ ഒരു രക്ഷയില്ല, കാറ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ള ബോധമൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യമാണെങ്കിൽ മറ്റൊരു ബൈക്കൊന്നുണ്ടെങ്കിൽ കാറ് സീറ്റ് പൂർണ്ണമായിട്ട് ചേരിച്ച് കംപ്രഷൻ കുറഞ്ഞാൽ, അതായത് ഇതിന് എഫക്റ്റ് ആവുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം വേറെ വണ്ടിയില്ലെങ്കിലും അപ്പോഴെങ്കിലും കാരണം വെച്ച് ചിന്തിച്ചാൽ മതി എന്നാ. എല്ലാവരും പറയുന്നു ആൾക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാം, നീ കൊണ്ടുപോകാൻ വണ്ടിയെ ചോദിക്കും അല്ലേ? അപ്പൊ അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. ഇതിന് അങ്ങനെയാണ്. ഇത് തന്നെ വേറെ കാര്യം. പിന്നെ 8 വയസ്സിന് താഴെ ആണെങ്കിൽ ഇത് ബാക്കിയൊക്കെ സ്റ്റെപ്പ് അങ്ങനെയാണ്. പക്ഷെ ഇതൊന്ന് മാറും. ഒരു കൈ വെച്ചാൽ മതി, കാരണം ഫ്ലെക്സിബിൾ ആയിരിക്കും. 5 സെന്റിമീറ്റർ താഴ്ന്നാൽ മതി. കുറച്ചൊക്കെ കുറയ്ക്കുക, ഇങ്ങനെ വെച്ചാൽ മതി. അതേ കൈ മാറ്റി വെക്കുക. ഇങ്ങനെ ചെയ്യേണ്ടി. 8 വയസ്സും മേലിതായ തിരിച്ചറിയാം. ഇവിടെ ആൾ വീടെടുക്കുന്നുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഭാവനയിലില്ലേ, വളർച്ചക്കനുസരിച്ച് ഒരു ഐഡിയ, അങ്ങനെ ഐഡിയ ആക്കിയാൽ മതി. അതാണ് നോക്കുക. ചില കുട്ടികൾ 7 വയസ്സായിട്ടുണ്ടെങ്കിൽ 10 വയസ്സായ കുട്ടികളുടെ വളർച്ച ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആളുകൾ തിരിച്ച് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളിയില്ലെങ്കിൽ ഞാൻ പറയാം. നമ്മളിത് എപ്പോഴാണ് കൊടുക്കുന്നത് അറിയോ? ആള് എന്തായാലും മരിക്കാൻ പോവാണ്. ഇയാൾക്ക് കൊടുത്തില്ലെങ്കിൽ മരിക്കും. അപ്പൊ പിന്നെ എന്താ നോക്കാനുള്ളത്? അയാൾക്ക് എന്തെങ്കിലും നോക്കാനില്ല. ഇയാളെല്ലാരും മരിക്കാൻ പോവാണ്. ഇത് മരണത്തിന് നൂൽപാലം. പണ്ടത്തെ കാലത്ത് എന്താ പറയില്ല, മരിച്ചെന്നെ പറയില്ലേ. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മളിങ്ങനെ മരിച്ചെന്ന് പറയില്ല. അപ്പൊ അതാണ് മരണത്തിന് ജീവിതത്തിന്റെ നൂൽപാലാണ്. അവിടെ ഇത് മാത്രമേ മാറുകയുള്ളൂ. ചില ആളുകൾ ചോദിക്കൽ എന്താ അറിയോ, അഥവാ മരിച്ചെങ്കിൽ വേദന എന്നാ ചോദിക്കില്ല. ആവും മരിച്ചാത്ത വേദന വേണ്ടിയാണ്
ഇല്ലാത്ത വേദന ഉണ്ടാവും. ചില ആളുകൾ ചോദിച്ചു, ഒരാൾ പറഞ്ഞെന്താ അറിയോ, പൊട്ടൂലെ ഒരു പറഞ്ഞ് ഞാൻ CPR ഒക്കെ പഠിച്ചേനി, CPR കൊടുത്താൽ മതി, കാർഡിയാക് അറസ്റ്റ് ചെയ്നി, പക്ഷെ ഞാൻ ഭാര്യന്റെ പൊട്ടൊന്ന് പേടിച്ചിട്ട് ഞാൻ CPR കൊടുത്തില്ല, എന്നിട്ടോ ചോദിച്ചു. ആള് മരിച്ചത്, പക്ഷെ ഭാര്യന് ഒരു കുഴപ്പമില്ല. നല്ല കാര്യമുണ്ട്, ഭാര്യന് നന്നായിട്ട് കാര്യമുണ്ട്. ആള് മരിച്ചാല് അതിനൊരു കൊടുക്കാതെന്നാല് ഇത് നമ്മളൊരാളെ കണ്ടാൽ കിടക്കാണ്ട് പോയാൽ അമർത്തല്ല. ഇയാൾക്ക് ബ്രീത്തില്ല, ഇയാള് 15 മിനിറ്റോട് കൂടെ വരിക, 5 മിനിറ്റോട് ഇയാൾ തലച്ചോറ് ഡാമേജോ അല്ലെങ്കിൽ മറ്റവർക്ക് തലച്ചോറ് കുറവാണ്, ഡാമേജ് കൂടി ആയി കഴിഞ്ഞാൽ അപ്പോ നിങ്ങളുടെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അവിടെ നിങ്ങളൊന്നും നോക്കണ്ട, അയാളെ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവരൂ, പൂർവ്വകാല ചികിത്സ പരിശോധിക്കണം. അതിന്റെ ആവശ്യം ഈ കേസിലില്ല, മറ്റുള്ളവരൊക്കെ ആവാം. പക്ഷെ ഈ കേസിൽ നോക്കാനാണ് ഇയാൾ മരിക്കാൻ പോവാണ്. ഇതിനോട് ഒന്നും നോക്കാനില്ല, ആണും പെണ്ണും നോക്കാല്ല, ഒന്നും നോക്കാനില്ല. ഇതിന്റെ പേര് കുറച്ച് ഞാൻ മാറും. എന്താ ആണ് പെണ്ണ് സൈനവ ശ്രീധരത്തുള്ളവരുടെ മാറി പേരെന്താ മറ്റത്ത് നാം പോവുക. അപ്പൊ അതിന്റെ മുന്നേ അവസാനം ചെയ്യാനുള്ള ഒരു പണിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, 25% ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്ര? അപ്പൊ ഒരാള് 25 രക്ഷപ്പെട്ട്. ആര് മരിക്കണ്ടേ? പള്ളിപ്പറമ്പിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അവരുടെ രീതിയിൽ ശവമടക്ക് നടക്കേണ്ട കേസ് 100 ആളുടെ 525 രക്ഷപ്പെട്ടിരുന്നാറില്ലേ? അത് ആലോചിച്ച് നോക്കിയോ. അല്ലാതെ 100 ആൾ വൃത്തം മരിച്ചപ്പോൾ ഇത് രക്ഷപ്പെട്ടുന്നില്ല, മരണം ഉറപ്പായിരുന്ന 25 ആൾ കിട്ടിയത്. അതാണ് നമ്മൾ കാണിച്ചതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയോ? നമ്മക്ക് സംഭവിച്ചാല് നമ്മക്ക് സ്വയം ചെയ്യാൻ കഴിയൂല. നമ്മക്ക് സംഭവിച്ചാൽ ചെയ്യാൻ കഴിയണമെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ചെയ്യാനേ കഴിയുള്ളൂ. ഞാനെന്താ കാട്ടില്ല, എന്റെ പരിസരത്തൊക്കെ ക്ലാസ് ഉണ്ടായാലും ഞാന് എന്റെ വൈഫിനെയും കൊണ്ടുവരാം. ഇവിടെ ഓളോട് പറഞ്ഞേക്കാണ്, എനിക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാലുണ്ടല്ലോ, ഇനി ഇച്ചാരാന്ന് ചോദിച്ചാൽ എന്റെ നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചാൽ നിൽക്കേണ്ട പകരം എന്റെ നെഞ്ചത്താണ് അമർത്തികൾ നന്നാക്കി എന്നാൽ ഞാനൊരു രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ അതാണ് ഇത്. അവിടെ ആദ്യം നമുക്കിതൊന്നും വരില്ല, അങ്ങനെ ഒരു കണക്കുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും വരാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക, വരുന്നു പ്രതീക്ഷിക്കുക. പ്രാർത്ഥന അങ്ങനെ, പ്രതീക്ഷ എങ്ങനെയാ, അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. അപ്പോ അങ്ങനെയാണ് ഇങ്ങനെ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഭാര്യയുടെ പൊട്ടു. പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞത്, യഥാർത്ഥ ശാസ്ത്രീയ വശം പറയാൻ മറന്നുപോയി. കൃത്യമായിട്ട് ആ പ്രശ്നം ചെയ്തു കഴിഞ്ഞാല് ഭാര്യയുടെ പൊട്ടൂല എന്നുള്ളതാ. ഭാര്യയിൽ സ്റ്റാൻഡപ്പ് വന്ന് ചേരുന്ന സ്ഥലമുണ്ടല്ലോ, അത് കാർട്ടിലേജ് കരുണാസ്തി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അത് ഫ്ലെക്സിബിളാ. നമ്മുടെ ശരീരത്തിൽ കാർട്ടിലേജ് കരുണാസ്തി വേറെ ഉണ്ട്. ഇതുണ്ടോ ചെവി, ആ കരുണാസ്തിയാണ്. ചെവി പൊട്ടിയാൽ അതിന് ഭാഷണിട്ട് വന്ന് കണ്ടണോ ഇല്ലേ? ഏതേ കാലത്തൊന്നുമില്ല. അങ്ങനെ അതിന്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് അങ്ങനെ എന്റെ ചെവിയിൽ എത്ര ഭാഷകൾ കണ്ടിരുന്ന തെക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മോളി ടീച്ചർ. ഭയങ്കര പിത്തനെ ടീച്ചറല്ല ഞാൻ. ടീച്ചർക്ക് വണ്ടി കുടിച്ച് ഇങ്ങനെ തിരിച്ചുക. മദർസ് വന്നാൽ ഞാൻ തന്നെയാണ് ഉസ്താദ് ദിവസം തിരിച്ചു. ഇത്തിരി പൊട്ടിയില്ല. അതുകൊണ്ട് ഇത് പൊട്ടൂല, നിങ്ങൾ പേടിച്ചേണ്ട. മനസ്സ് നന്നാക്കി ഇയാൾ രക്ഷപ്പെടുത്തുന്നുള്ള രീതിയിൽ ചെയ്തോളി. ഭാഗ്യമുണ്ടെങ്കിൽ അത് രക്ഷപ്പെടും. പിന്നെ ഒരു ലെവലും ഇല്ലാതെ 10 വെക്കണമായി എങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലോ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അതന്നെയാണ്. അപ്പൊ സൂക്ഷ്മമായിട്ട് ഭയപ്പെടണ്ട. അങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ഒന്നും കഴിഞ്ഞോളുന്നില്ല. ഏകദേശം മനസ്സ് നന്നാക്കിയിട്ട് ഇതൊക്കെ ആരംഭിക്കല്ലേ. ഇനി അഥവാ പൊട്ടും തോന്നിയാൽ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ചില ഡോക്ടർമാര് പറയുന്നതാണ് ഡോക്ടറിന് പൊട്ടോളം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയുന്നത്? ആ പൊട്ടിച്ചതെന്നല്ല, ആ പൊട്ടുന്ന പേടിച്ച് ചെയ്യാൻ കോൺഫിഡൻസ് തരാൻ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞത്. പൊട്ടോളം ചെയ്യണമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചാനല്ല, ആ രീതിയിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നാണ്. അല്ല പൊട്ടിച്ചാലല്ല ആവശ്യം. ആ പേടിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് തരുന്നത്. ഓക്കെ. ഇനി അപ്പൊ അഡൾട്ടായി, ചൈൽഡായി, ഇൻഫന്റിലെ ഇങ്ങനത്തെ മക്കള് അപകടത്തോടെ സീൻ സേഫ്റ്റി നോക്കണോ? എന്റെ സംശയം വേണം. ഷോക്കേറ്റ് കിടക്ക കുട്ടികള്, പാമ്പ് കടിയേറ്റ് കിടക്ക, പാമ്പിന്റെ സമീപം ഉണ്ടാവുക. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സീൻ സേഫ്റ്റി നമ്മൾ എന്തായാലും നോക്കണം. നമ്പർ 1 സീൻ സേഫ്റ്റി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് മറന്നോ? ബോധമുണ്ടോ നോക്കെ നമുക്കൊരു ബോധം വേണം. ഓക്കെ നമ്മളതിന്റെ ഇടയിൽ എല്ലാവരും മറന്നു പോയോ? ചെക്ക് റെസ്പോൺസ്. അങ്ങനെ കുട്ടി എങ്ങനെ ചെയ്യരുത് കേട്ടോ, ഒടിഞ്ഞു പോകും. കുട്ടികളുടെ റെസ്പോൺസ് നോക്കൽ എങ്ങനെയാണ്? താത്തമാര്, മ്യൂച്വൽ താത്തമാര് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എനിക്കറിയത് കുട്ടികളെ അങ്ങനെ പറയാൻ കാരണമേ നിങ്ങൾ പഠിച്ചേക്കല്ല ആവശ്യമാണ്.
കാലിന്റെ ഉൾഭാഗത്ത് ഒന്നുകിൽ തുള്ളി നോക്കുക, അല്ലെങ്കിൽ കൊട്ടി നോക്കുക, ഒന്ന് വേദനിപ്പിക്കുക. കുട്ടി മുണ്ടുന്നില്ല. സാധാരണ കുട്ടി കഴിഞ്ഞാല് നമുക്ക് സങ്കടം, അവിടെ കുട്ടി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാം അല്ലെ? കാരണം കുട്ടിക്ക് റെസ്പോണ്ട് ഉണ്ട്, പ്രതികരണമുണ്ട്, പ്രതികരിക്കുന്നില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസിലെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെ തുടങ്ങിയ കേസിൽ ഏത് ആംബുലൻസ് ആണോ കാറാണോ നമുക്ക് തീരുമാനിക്കാം. എന്തുകൊണ്ട് അറിയോ? നമ്മളെ വീട്ടില് കാറുണ്ടെങ്കിൽ കുട്ടികൾ എന്താ വെച്ചാല് നമ്മളെ മടി വെച്ച് എളി വെച്ചാണ്ടും ചില്ലറ കൊടുക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ മാവൂരിനാണ് കോളേജ് അടുത്താണ്. ഈ സമയത്ത് ഒരു കാറ് ഈ സമയത്ത് ഒരു കാറ് കിട്ടി, എന്നാൽ 1 മണിക്ക് ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസിനെ ആശ്രയിക്കും. എന്തുകൊണ്ടാണ്? ആദ്യം കിട്ടുന്ന വണ്ടി എന്താ നോക്കണ്ടേ? ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയ വണ്ടി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കാരണം കാറിൽ ആരൊക്കെ ഉണ്ടാവും? സർക്കാരത്തിന് പോകണവര്, കല്യാണത്തിന് പല സൈസ് ഉണ്ടാവും. അതോടെ ഹോൺ അടിച്ചാൽ കിട്ടാലോ മുന്നേ ഒന്നും കൂടി വാശിയോ, അപ്പൊ ഒന്നും കൂടി. പക്ഷെ ആംബുലൻസിൽ ആരേ ഉണ്ടാവുള്ളൂ? എമർജൻസി ഉണ്ടാവുള്ളൂ. അതിന് സൈറോൺ ഇട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞില്ല. അവിടെയാണ് രക്ഷാബന്ധന്റെ യുക്തി. രാത്രി 12 മണിക്കാണെങ്കിലോ കാറായിരിക്കും ഒരു പക്ഷേ ബെറ്റർ. അതാരെ തീരുമാനിക്കേണ്ടത്? അത് മുഹമ്മദ് മുണ്ടമ്പറല്ല തീരുമാനിക്കേണ്ടത്. ആരെ തീരുമാനിക്കേണ്ടത്? ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ആശയം ഞാൻ സൂചിപ്പിച്ചു. ഓക്കെ, അപ്പം സഹായത്തിന് ആളെ വിളിച്ചു. പിന്നെ ബ്രീത്ത് നോക്കുന്ന രീതി ആയിട്ട് പറഞ്ഞല്ലോ, അവിടെ കൃത്യമായിട്ട് നല്ല മുഖം താഴെ കാണും ഇല്ല. ബ്രീത്തില്ല. പിന്നെന്താ? സ്റ്റാർട്ട് CPR. നമുക്ക് ഏറ്റവും വേണ്ടത് കൈ ഇവിടെ വെച്ചിട്ട് ആണോ ചെയ്യട്ടോ? കാട്ടം പുറത്തിയാണ്. പിന്നെ ഒന്നും ആംബുലൻസ് പോലെ കാറും വേണ്ടി വരും അല്ലേ? വേണ്ടി വരും. അവിടെ നമ്മൾ ഒരു കൈ കൊണ്ട് നല്ല സേഫായിട്ട് പിടിക്കുക, 2 വിരൽ എടുക്കുക. അത് നേരത്തെ പറഞ്ഞ ഈ ലിപ്പിൾ ടു ലിപ്പിൾ, അതിന്റെ ഒരു അംശം താഴെ പറയാൻ മാത്രമല്ല അവിടെ തന്നെ. ഓക്കെ, ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ കൊണ്ടുപോയിട്ട് 30 വരെ ചെയ്തിട്ട് വായു മൂക്കും ഇവിടെ വേർതിരിക്കണ്ട. അവിടെ മൂക്ക് പറ്റിയെന്നാൽ വായുവിടെ കൊടുക്കുന്ന മൂക്കിലൂടെ വരാതിരിക്കാനാ. കുഞ്ഞിന്റെ മൂക്കും വായു നമ്മുടെ വായില് കൊള്ളുമെന്ന് ഉറപ്പായും ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മളെ ഉള്ളതിന്റെ വലുപ്പം ഇല്ലേ? അത് ഒന്നിച്ചങ്ങ് കൊടുത്താൽ മതി. 2 ബ്രീത്ത് കൊടുക്കുക, വീണ്ടും തുടരുക. ഇതന്നെ 2 ആള് പരിചയമുള്ളവരുണ്ടെങ്കിൽ, ഭാവിയിൽ ഒരു പക്ഷെ ഒരാളുണ്ടെങ്കിൽ മെത്തേഡ് മാറി. 2 ആള് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഇതിന്റെ രീതി മാറും. 2 പമ്പ് ഹാൻഡ് സർക്ലിംഗ് മെത്തേഡ് എന്നാണ്. ഒരാൾ ഇതിന് സേഫായിട്ട് ഇങ്ങനെ പിടിക്കും. ഈ ഭാഗം നമ്മുടെ പെരടി ഭാഗം പറയണ്ട, അത് ഇങ്ങനെ ചുറ്റിങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ ആള് ഇതിനെ സൗകര്യത്തിൽ തിരിച്ചടങ്ങിയിരിക്കാനെന്ന് പാടില്ല, ഇങ്ങനെ ചുറ്റി പിടിക്കുക. ഇവിടെ ഇങ്ങനെ വിരല് ടച്ച് ആവുന്ന രീതിയിൽ അത് കുട്ടിയെ തീർത്തിങ്ങനെ പിടിക്കുക. ഈ 2 വിരല് തള്ളവിരല് കാണുന്നില്ലേ? ഈ തള്ളവിരലോടെ പിന്നെ നമ്പർഷം കൊടുക്കണ്ടേ? 1 2 3 4 5 ഇങ്ങനെ. ഇവിടെ പരിചയമുള്ള 2 ആളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ 2 തമ്പ് ഹാൻഡ് സർക്ലിംഗ് മെത്തേഡില് 15 ആവുമ്പോ ഇവിടെ പിടിച്ച ആളുണ്ട്, അപ്പുറത്ത് പിടിച്ച ആൾ, താഴെ പിടിച്ച ആൾ, അവര് 2 ബ്രീത്ത് കൊടുക്കുക. കുട്ടികൾക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് 2 ആളുണ്ടാവുമ്പോൾ മാത്രം. ഒരാളുണ്ടാവുമ്പോൾ എങ്ങനെയാണ് 30 തന്നെ കേട്ടോ. കാരണം എന്താ? ഇത് മുടങ്ങണ്ടാന്ന് കരുതിയ സമയം അത്രയും ഒരു പ്രസംഗം കൂടി മുടങ്ങണ്ടാന്ന് കരുതിയിട്ടാണ്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വന്ന് ശരിക്കും വേണ്ടത് എന്താ വെച്ചാല് എല്ലാവരും തന്നെ കയ്യൊക്കെ ആവശ്യം. നമുക്ക് ഇത് ഒരു വണ്ടി ആയാൽ തന്നെ സമയം കിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും 1-2 ആളെങ്കിലും ഒന്നാണ്ട് ചെയ്ത് തീരും. പേരെന്താ? ഷെമീറോടെ വീട് വിളവിശ്ശേരി. ഓക്കെ ഓക്കെ. അതെ അതെ, ഇവിടുന്ന് ചാത്തമാല പോണ വീട്. സന്തോഷം, വിളിച്ചപ്പോഴേക്കും ഓർമ്മല്ലോ. ഓക്കെ ഓക്കെ, തീർച്ചയായും. നമ്മളെ ഇങ്ങനത്തെ ഒരാളെ അത് ഞാൻ മുഴുവിച്ചില്ലല്ലേ എത്ര വരെ ചെയ്യണം എന്നുള്ളത്. നമ്മള് ആംബുലൻസ് വരുമ്പോഴും ആളെ പണി എന്താണ്? പിന്നെ ഇയാളെ പണി, ചില ആളുകളുടെ ആവേശം കമ്മറ്റിക്കാരെ അത് പറയാതെ വയ്യ. എല്ലാം ഞാനിങ്ങനെ ചെയ്യണം. ഇത് ഇവിടെ ഇട്ടിട്ട് അങ്ങനെ എടുക്കുക, ഓടിയിട്ട് അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആൾക്കാർ ഹീറോയിസം അല്ല. ഇയാളെ പണി എന്താ? നിർദ്ദേശം കൊടുക്കുക. സ്ട്രക്ചർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ചില ആളുകൾ വണ്ടിക്ക് അങ്ങോട്ട് കയറ്റുക, സ്ട്രക്ചർ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇയാൾക്ക് ചെയ്യുന്നു. ഇയാൾ ക്ഷീണിച്ചില്ലെങ്കിൽ ഇയാൾക്ക് തുടരാം. അല്ല പരിചയമുള്ള ആളുടെ ഭാഗത്ത് മാറിക്കൊടുക്കുക. എന്നിട്ട് സ്ട്രക്ചർക്ക് വെക്കുന്നു. സ്ട്രക്ചറൊന്നും 5 ആൾക്ക് പിടിക്കാതെ 2 അറ്റത്ത് 4 ആൾക്ക് പിടിക്കുക. ഇയാൾ എല്ലാത്ത സൈഡില് അവിടെ ഒരാൾക്ക് പിടിക്കുക.
5 ആൾ പിടിക്കുക. ഇയാൾക്ക് കംപ്രഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആംബുലൻസിൽ കയറിയിട്ടും ഒരാൾ കംപ്രഷൻ കൊടുക്കണം. അപ്പൊ അയാൾ വീഴാൻ പോകും. ആര് കംപ്രഷൻ കൊടുക്കുന്ന ആള് അയാളെ വേറെ ഒരാള് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് കംപ്രഷൻ ചെയ്തുകൊണ്ടേ പോകണം. അതോടൊപ്പം ഇവര് സൂചിപ്പിക്കാൻ നേരെ ഈ ബോഡിന്റെ ഇവിടെ ഇരുന്നോളൂ കേട്ടോ. എന്നാ പിന്നെ എല്ലാം റെഡിയായി. ഇവിടെ ഇരുന്നാൽ എല്ലാം കഴിയും കേട്ടോ. ഇവിടെ ഇരുന്നാൽ കൂടെ എന്താ വെച്ചാൽ ബോഡി ലേശം ഒന്നും ചെയ്യേണ്ട ആവശ്യം കേട്ടോ. ഇതേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. പബ്ലിക്കിലാണെങ്കിൽ ആരെങ്കിലും ആംബുലൻസ് വിളിക്കുക. എങ്ങനെയാ പറയല്? അല്ല, ആരെങ്കിലും ആളുണ്ടാവില്ല. ഇതുപോലത്തെ ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആരെങ്കിലും വരുന്ന സാധാരണ വരെയില്ല. ഇവിടെ ഇയാൾ സന്നദ്ധമുള്ള ആളുകളാകുമ്പോൾ വരും. പക്ഷെ അപ്പോഴത്തേക്കും 4 ആംബുലൻസ് ഒക്കെ വരും അല്ലേ? നിങ്ങളൊരു ആംബുലൻസ് വിളിക്കും. ഉത്തരവാദിത്തമായോ? ആയി. അതന്നെ ആൾക്കൂട്ടുണ്ടെങ്കിൽ അങ്ങനെയാ നല്ലത്. അപ്പൊ സഹായത്തിന് ആളെ വിളിക്കുന്നു. ഈ കൈയോടെ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർക്കട്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ സൗകര്യത്തിന് പറഞ്ഞതാ. ഇങ്ങനെ വെച്ചാൽ വളരെ ഈസി ആയിട്ട് പൾസ് ബ്രേക്കും നോക്കാൻ പറ്റും കേട്ടോ. ഒരേ സമയം നല്ലോണം ചെരിഞ്ഞ് നോക്കാൻ കഴിയും. പിന്നെ CPR കേട്ടോ. ഈ ബെല്ലുള്ള കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. വളരെ ഈസിയാണ് കേട്ടോ. വണ്ടി പോലെ തന്നെ നിന്നോട്ടെ. അല്ലാതെ ഇങ്ങനെ പഴങ്കഞ്ഞി കുടിച്ച മാതിരിയാണ്. അതുകൊണ്ട് പ്രശ്നം ആവൂല കേട്ടോ. ചെയ്തോളൂ. എല്ലാവർക്കും ഒരു ഓർഡർ. ഓക്കെ, നല്ല കുരുക്കി വിളിച്ചോളൂ. ചുമലിൽ തൊട്ടി കുരുക്കി വിളിക്കുക എന്നാ പറയുന്നത്. നമുക്ക് അങ്ങോട്ടൊരു ബോധമുണ്ടോ? കുറച്ചു കാലമായിട്ട് ഇങ്ങനെയാണ്. ആയില്ല. 3ാമത്തെ സ്റ്റെപ്പ് സഹായത്തിന് ആളെ വിളിക്കണം. ആരെയാണ്? ആംബുലൻസ് നിങ്ങളെ വിളിച്ചു. ആയിക്കോട്ടെ, ഒരാളെ വിളിക്കാൻ നന്നാവും. കാരണം സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണ്ടിയില്ലല്ലോ. 108 വിളിച്ചാൽ ഗുണങ്ങളൊക്കെ അറിയില്ല. സാധാരണ ആംബുലൻസ് 108 ഉപയോഗിക്കപ്പെടും. എന്താണ് ഗുണം അറിയോ? അതിലൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും. ഇതുപോലെ BLS ഒക്കെ പഠിച്ച ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും. പിന്നെ ഡ്രൈവർ ഉണ്ടാവും. അയാൾക്ക് ചെറിയ കണ്ടുള്ള പരിചയം ഉണ്ടാവുള്ളൂ. അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഓക്കെ. ഇനി ബ്രീത്ത് നോക്കിയോ. നെഞ്ചും കൂട് പൊങ്ങി താഴ്ന്നുണ്ടോ നോക്കുക കേട്ടാ. ഓക്കെ. എന്റെ ബെല്ലുള്ള കയ്യേതാ? നേരെ വെച്ചോളൂ. അങ്ങോട്ട് തിരിച്ച് ആരും പറയണ്ട. ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ അവസരം ഒന്നും കയറി വരട്ടെ ബോഡി. ചെയ്തോളൂ. കുറച്ചുകൂടി സ്പീഡ് കൂട്ടാം. കുറച്ചുകൂടി കിടന്ന് നീങ്ങിക്കോട്ടെ കേട്ടോ. ഇതേ അത് പണ്ടൊരാള് പറയാതെ പറഞ്ഞു. പണ്ടൊരാളല്ലേ ഇവിടെ എങ്ങനെ കമ്പൽസൺ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മൂപ്പര് ചെയ്ത് കുറച്ചുകൂടി താഴത്തായിട്ട് അവര് കുറച്ച് വളവരെ ഞാൻ ചോദിച്ചു. അവിടെ അല്ലല്ലോ പറഞ്ഞു. ഇപ്പോഴൊരു അതൊരു 60 വയസ്സായ ഒരു അമ്മൂമ്മയുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ എല്ലില്ലേ സ്റ്റേണത്തിന്റെ ഈ സെന്റർ അവിടുന്ന് 2 വിരലും ഇങ്ങോട്ട് വെച്ചാൽ എവിടെയാണോ അവിടെയാണ്. പുരുഷന്മാരും കുട്ടികളൊക്കെ ഇതെന്താണ് കറക്റ്റ് ആ പോയിന്റ്. അതൊക്കെ തന്നെയാണ് ഈ എല്ലിന്റെ എൻഡില്ലേ അവിടുന്ന് 2 വിരല്. അത് ഏകദേശം നോക്കിയാൽ മതി. ഐഡി കിട്ടും. അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ചെയ്തു. 1 2 3 4 5 6 7 നിങ്ങൾ തന്നെ ഓർക്കേണ്ടിക്കോളൂ. അടിപൊളി. നല്ല ഉഷാറാക്കിട്ടോ. ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് പഠിച്ചു വരുമ്പോഴേ അത് റെഡി ആവുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഉറക്കേണ്ടിയുള്ള ഗുണം എന്താ അറിയോ? പരിചയം ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ ബ്രീത്ത് അവിടെ കൊടുക്കും. ഇവിടെ ഇങ്ങനെ കൊടുക്കും. കാരണം മൂപ്പരോടെ കംപ്രഷൻ കൊടുക്കുക. പിന്നെ മൂപ്പര് 2-3 സൈക്കിൾ മൂപ്പര് ക്ഷീണിച്ചു. ഞാൻ പിന്നെ ഇവിടെ കൊടുക്കും കേട്ടോ. അപ്പൊ അയാൾക്ക് എന്താ പണി? അത് ബ്രീത്ത് കൊടുക്കുക. അതെ, ഗുഡ്. ബ്രീത്ത് കൊടുക്കുന്നത് അതാണ് ഈ ഉറക്കം കൗണ്ട് ചെയ്താണ് സുഖം. ഞാൻ ക്ഷീണിക്കുമ്പോ അയാൾ വീണ്ടും അങ്ങോട്ട് വരും. ഇത് ഇങ്ങനെ ഇവിടെ ബ്രീത്ത് കൊടുക്കാൻ കംപ്രഷൻ കൊടുക്കാൻ ഇവിടെ നിന്നാണ് ഇങ്ങനെ കൊടുക്കുക. പ്രസ്സിങ് ഇവിടെ ആവില്ല എന്നുള്ളതാണ്. പക്ഷെ സാധാരണ നോർമലി ഇവിടെ നിന്ന് ചെയ്താൽ നല്ല ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെ അയാൾ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ബ്രീത്ത് കൊടുക്കുന്നു. മൊബൈൽ റെഡിയായി. ഞാൻ 2-3 സെക്കൻഡ് കൊടുക്കേണ്ടി എനിക്ക് നീങ്ങിയിരിക്കുക. അതൊക്കെ നമ്മളെ സാധിക്കാൻ ചെയ്യാനുള്ള ലക്ഷ്യം എന്താണ്? ഹൃദയം 2 ഇഞ്ചോളം താഴുക എന്നുള്ളതാണ്. അത് അതിന്റെ രൂപത്തിൽ ചെയ്യാറുള്ളത്. ഓക്കെ, നന്നായി ചെയ്തു. നല്ല കയ്യടി കൊടുക്കുക. ഓക്കെ, ഇനി അവര് വനിതാ പ്രാതിനിധ്യം വേണ്ടേ? ആർക്കും വരാം. ആരുമില്ലേ? ശരിക്കും ഭയങ്കര ഡ്രസ്സൊക്കെ വേണ്ടി. ഗുഡ്. നിങ്ങളെ പേരെന്താ? ഷബാന. എവിടെ വീട്? മാവൂര്. ഓക്കെ. സിൻസെപ്റ്റ് നോക്കണം കേട്ടോ. ഓക്കെ,
ആ ബോഡിക്ക് നേരെ ചൂടാൻ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അങ്ങോട്ട് ഈ ഷോൾഡറിന്റെ ഈ ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയയിൽ ഇരുന്നാൽ പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയോ ആ ഉറക്കെ ഷോൾഡറിൽ നന്നാക്കി ചെയ്തു. ആ ഓക്കെ അതെ. ഇനി അടുത്തെന്താണ്? ബ്രീത്ത് നോക്കിക്കോളൂ. ബ്രീത്ത് ഇല്ലല്ലോ, ഇല്ല. എത്ര സമയം നോക്കേണ്ടത്? എത്ര? 5 സെക്കൻഡ് ഏതായാലും നോക്കണം. 5 to 10. ഓക്കെ. ഏറ്റവും ബല കൈ അടിയിലെ കൈയിന്റെ വിരൽ നിവർത്തി പിടിക്കുക, മുകളിലെ കൈയിന്റെ വിരൽ മടക്കി പിടിക്കുക. അതെ. ഷോൾഡർ ലേശം കയറി കയറ്റം. ലേശം കയറട്ടെ. ചെയ്തോളൂ. നല്ല പ്രസ് ചെയ്യണം കേട്ടോ. നല്ല താഴട്ടെ. ഗുഡ്. ഓക്കെ. എത്രയായി? 17. ഓർക്കെ എണ്ണാനിട്ടല്ലേ ചോദിക്കേണ്ടി വന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ നന്നായി ചെയ്തു കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ബ്രീത്തില് അതെ ഓർമ്മ ഉണ്ടായാൽ മതി. ഓക്കെ, 2 ബ്രീത്ത് കൊടുക്കുന്നത് ഒരുപാട് ആൾ ഊതിയത് അങ്ങോട്ട് ഊതുപ്പോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബെഡിലാണ് ആൾ കിടക്കുന്നതെങ്കിലോ നമ്മളില് ഹാർഡായ സ്ഥലത്തേക്ക് മാറ്റിക്കിടക്കുക, അല്ലെങ്കിൽ ഒരു ഹാർഡായ വസ്തു താഴെ വെക്കണം, അല്ലെങ്കിൽ എഫക്റ്റ് എവിടെയാവുക? ബെഡിലാണ് ആവുക എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയോ ശിശുവിനാരെ ചെയ്യാ? 2 ആളുകൾ വന്നോളൂ. നിങ്ങൾ വരി. കുട്ടികൾ ഇങ്ങനെ എപ്പോഴും ഇടപെടാനേ ആണുങ്ങൾ കൊണ്ട് ഉത്തരവാദിത്തം പഴയ പോലൊന്നുമില്ല. റേഷൻ കാർഡ് നിങ്ങളെ വീട്ടിലായ കാര്യം നിങ്ങളൊക്കെ പറഞ്ഞേക്കേണ്ട അവസ്ഥ ഇപ്പോ. അപ്പൊ സീൻ സേഫ് ആക്കിയില്ലേ? ഇനിയോ ഫസ്റ്റ് കുട്ടിക്കെന്താ സംഭവിച്ചു നോക്കണ്ടേ? ചെക്ക് സ്പോട്ട്. കുട്ടി വിട്ടില്ല, നന്നാക്കി നോക്കണം കേട്ടോ. നോക്കിയോളി. നിങ്ങൾ പെട്ടെന്ന് കേടില്ല. അമർത്താൻ പേടിക്കേണ്ട, കൊട്ടാൻ പേടിക്കേണ്ട. അതൊക്കെ ചുട്ടിനെ കൊണ്ടുവന്നല്ല, തുണിശാപ്പുള്ള മുതലല്ല. ഇതിനൊരു 15,000 രൂപയാണ്, അതിന് 14,000 രൂപയാണ്. സഹായത്തിന് വണ്ടി വിളിച്ചിരിയോ? വണ്ടി ആംബുലൻസ് വിളിച്ച് നോക്കി ഒരു കൈ കൊണ്ട് പിടിക്കും. ഇങ്ങനെ തല ഇളകാതിരിക്കുക. കൈ അങ്ങനെ പിടിച്ചാലും മതി. ഭൂമിയെ ടച്ചാക്കി വെച്ചാലും കുറച്ചും കൂടി ഉറപ്പ് കിട്ടും അല്ലേ? ഓക്കെ. 2 പേരിലോട്ട് കുറച്ചും കൂടി ആ സെന്ററിൽ വെച്ചാൽ സെന്റർ ഈ ഇതിന്റെ നേരെ സെന്റർ ഉണ്ടാവുക. പക്ഷെ അവിടെ വെച്ചോളൂ. 1 2 താഴോട്ടെ 4 സെന്റിമീറ്റർ കേട്ടോ. 4 സെന്റിമീറ്റർ താഴ്ന്ന രീതിയിൽ 30:2. ഇനി 2 ആള് വരുമ്പോ നിങ്ങൾ ഭർത്താവ് വീട് വരി ഭർത്താവേ. എത്രയായി? സംഭവിക്കാതിരിക്കട്ടെ, നിങ്ങളെ അയൽപ്പക്കത്ത് ഇന്നൊരു നിലവിളി വിഷയം കേട്ടു. ആ സമയത്ത് നിങ്ങൾ ചെല്ലുമ്പോ എന്താണ് ഇങ്ങനെ കുട്ടിയെ കണ്ടത്? നിങ്ങൾ 2 ആളും അവിടെ സുഖമാണ്, ആശയവിനിമയത്തിന് സുഖം. എന്ത് ചെയ്യൂ? 2 ആളോട് സീൻ സേഫ് ആക്കി. ഞാൻ നിങ്ങളുടെ മാറ്റി ചെല്ലുന്നത് വിഷമം വേണ്ട. സീൻ സേഫ് ആക്കി. ഓക്കെ, ഇത് നമ്മുടെ സംഘടന ഇതിന്റെ ഫോട്ടോ എടുക്കും. ഇങ്ങോട്ട് കൊടുത്ത് അടുത്താണ് കേസ്. ഇതിന്റെ ഫോട്ടോ എടുക്കും. ഭാര്യ ഭർത്താവും 2 ആളും. അപ്പൊ എന്താണ്? ഒരാൾ ലീഡ് ചെയ്യും. ആരാ? ഒരു നോക്കി. ഓക്കെ. ആരോട്? ഇയാളോടെ പിന്നെ അങ്ങോട്ടാ പരിചയമല്ല. ഓക്കെ, ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ അതിന് ഭൂയാപ്രയോജനം ഊബരോട് പറയേണ്ട വെച്ചിട്ടുണ്ട്. അതെ, വേറെ പറയുന്നില്ലേ? ഇത് പറഞ്ഞെന്താ കേൾക്കുക? അതിന്റെ ശവത്തിനല്ലേ? ഓക്കെ. പിന്നെ അടുത്തത് അല്ല. ബ്രീത്ത് നോക്കിയില്ലേ? ആംബുലൻസ് വിളിച്ചു. ഇനി എന്താണ്? ഇവിടെ ഇരിക്കേണ്ടി? അല്ലല്ല, 2 ആളുണ്ടാവുമ്പോ ടെക്നിക്ക് മാറും. ഹാൻഡ് സർക്കിൾ മെത്തേഡ്. നിങ്ങൾ ഒരാൾ ലീഡ് ചെയ്യുന്ന ആൾ ചുറ്റി പിടിച്ചോളൂ. ചുറ്റി പിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി താഴെ നന്നാക്കി അടികൂടി ചുരുട്ടി പിടിച്ചോളൂ. പ്രസ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങൾ അവിടെ തന്നെയാണ്. ഇവിടെ വിട്ടുക. ഇനി ഇങ്ങനെ പിടിക്കേണ്ടി കേട്ടോ. 4 പേരിൽ ഇതിനെ ചുറ്റികൾ പിടിക്കുക. 2 പേരിൽ മുകളിൽ ഇങ്ങനെ. ഓക്കെ, ചുറ്റികൾ പിടിച്ചോളൂ. ഇനി ആരാ പ്രസ് ചെയ്യുന്ന ആള്? വൈഫ് പ്രസ് ചെയ്തു. ഒക്കെ പ്രസ് ചെയ്യണം. അതുപോലെ കേൾക്കണില്ലല്ലോ. 15 എത്രയാണ് ബ്രീത്ത് കൊടുക്കേണ്ടി വര്? 2 ആളുണ്ടാവുമ്പോ 15:2 ആളുണ്ടാവുമ്പോ അപ്പൊ ഇത് 15 ആണെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഓർക്കാൻ എണ്ണണം. അപ്പൊ 12 ആവുമ്പോൾ നിങ്ങൾ ഒന്ന് റെഡി ആവും. അപ്പൊ പെട്ടെന്ന് എന്താ നിങ്ങൾക്ക് ബ്രീത്ത് കൊടുക്കാൻ കഴിയും. ഗുഡ്. 2 ബ്രീത്ത് ആക്ഷൻ എടുത്താൽ മതി. ഓക്കെ. 2 തുടരട്ടെ.
ഒരു സെക്കൻഡിന്റെ ഒരു വീട്ടാണ് അതിലേറെ കൂടുതൽ നീളാൻ പാടില്ല. അത് ചെയ്തോളൂ. ആംബുലൻസ് വന്നു, ആംബുലൻസ് വന്നു, ആംബുലൻസ് വന്നു. അങ്ങനെ ഈ രണ്ടാക്കാൻ മറ്റടൻ അങ്ങനെ ആക്കി എന്തിനാ അറിയോ? ഓക്കെ. എന്താ നിങ്ങൾ നീക്കില്ലേ? എന്തിനാ അങ്ങനെ പിടുത്തം അങ്ങനെ ആക്കിയത്? പ്രസ്സിങ് നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കണോ? ആംബുലൻസ് വന്നു, ഞാൻ കാണിച്ചു തരാം. നിങ്ങളോട് ചെയ്യിക്കണം, നിങ്ങളെ ചെയ്യും, നിങ്ങൾ ചെയ്യുക നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ചുറ്റി പിടിക്ക്. അത് മതി. ചെയ്തോളൂ, ചെയ്തു പിടിക്ക്. ആംബുലൻസ് വന്നു, ആംബുലൻസ് വന്നു. അതെ 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 അതെ. എവിടെയാണെങ്കിലും ഓക്കെ. നന്നായി. അപ്പൊ അതാണ് ഇത്തരം സാഹചര്യത്തിൽ പോകേണ്ടത്. ഏതൊരു പിന്നെ പേഷ്യന്റിനെ ആണെങ്കിലും എന്ത് സംഗതിയാണെങ്കിലും നടത്തം സ്ഥലം നല്ല സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല പോകേണ്ടത്. പിന്നെ ഒരു പോയ പോലെ എങ്ങനെ പോകേണ്ടത്? ഇങ്ങനെ തടഞ്ഞു വീഴൂല. വീതി കുറവുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നടക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അല്ലാതെ പക്ഷെ എങ്ങനെ പോകേണ്ടത്? ഇങ്ങനെ തന്നെ പോകേണ്ടത്. ആട്ടെ. പിന്നെ സമയം എത്ര കൃത്യം? ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചോദിക്കണം മറക്കുകയാണെങ്കിൽ ഈ സെഷൻ ഇവിടെ. പിന്നെ 1:10 നമുക്ക് അല്ലേ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു പരിധിയിലാണ് പോവാൻ നമുക്ക് അവസാനിപ്പിക്കണം.